ഇനി നമുക്കൊപ്പം ഒരാൾ കൂടി എത്തിച്ചേരാനുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പരാജയത്തിൽ അല്പം ഖിന്നനായി നിൽക്കുന്ന ഒരാളുണ്ട്. പിന്നിൽ നിൽക്കുന്ന അതെ, പ്രത്യേകിച്ച് അതിഷി പിന്നിലാവുന്നു എന്നുള്ളത് വലിയ വിഷമം. മനീഷ് സിസോദിയ പിന്നിലാവുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ കൂടി നമുക്കൊന്ന് ക്ഷണിച്ചേക്കാം. ശ്രീ ആന്റോ അഗസ്റ്റിൻ, വെൽക്കം. ശ്രീ ആന്റോ അഗസ്റ്റിൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അത്ര ഗുഡ് അല്ല ആം ആദ്മി പാർട്ടിക്ക്. ആം ആദ്മി പാർട്ടി ഗുഡ് അല്ലെങ്കിൽ BJP ഗുഡ്? അപ്പൊ നിങ്ങൾ ജയിക്കുന്ന പാർട്ടിയാണോ? ജയിക്കുന്ന പാർട്ടിയാണോ? എന്താ നമ്മളെങ്ങനെയാ നമ്മളായില്ലേ? അപ്പൊ ശരി. അപ്പൊ ചൂടെടുക്കുമോ ആം ആദ്മി പാർട്ടി? ഞങ്ങളെങ്ങനെയാണെന്നറിയോ, ജയിക്കുന്ന പാർട്ടി എപ്പോഴും അങ്ങനെയാണ്. കോൺഗ്രസ് ചില സമയത്ത് സൂചിയ കോൺഗ്രസ് ആയിരിക്കും, BJP ആയിരിക്കും, ടീ പാർട്ടിയാണ്. അതെ അതെ, ചേലക്കരയിൽ CPM പോയി. അപ്പൊ നമ്മൾ നോക്കാം. ആപ്പ് 21 BJP 31 കോൺഗ്രസ് 2. ആപ്പ് 21 BJP 31 കോൺഗ്രസ് 2. 21 അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ 2 സീറ്റുകളിലെ ലീഡ് അത് കൺസിസ്റ്റന്റ് ആണ്. BJP 31 കോൺഗ്രസ് 2. അതായത് കോൺഗ്രസ് പിന്നിലേക്ക് പോകാതെ ആം ആദ്മി പാർട്ടിക്ക് വളരാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടി പിന്നിലോട്ട് പോകാതെ കോൺഗ്രസിനും വളരാൻ കഴിയില്ല. ഈ ബാലറ്റില് നമ്മുടെ ഇലക്ഷൻ ഗുണം ചെയ്തു തോന്നുന്നല്ലേ? സോറി, നമ്മുടെ ഇത് BJP അല്ല, നമ്മുടെ എന്താണ് ബഡ്ജറ്റ് ഗുണം ചെയ്തു. അതായത് മധ്യവർഗത്തിനെ സംബന്ധിച്ച് പരിലാളന ഏറ്റുവാങ്ങിയ ഒരു ബഡ്ജറ്റാണ്. അതുകൊണ്ട് മധ്യവർഗത്തിന്റെ പരിലാളന മധ്യവർഗം തിരിച്ചു വോട്ടായി. അരവിന്ദ് കെജ്രിവാൾ ടാക്സ് ഇളവ് കൊടുത്തില്ലല്ലോ. അരവിന്ദ് കെജ്രിവാൾ കൊടുത്തത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, കുട്ടികൾക്ക് നല്ല ആശുപത്രി. അതിനേക്കാൾ പ്രീവിയസ് അല്ലേ BJP കൊടുത്തിരിക്കുന്നത്? 2500 ആക്കി. നിങ്ങൾ 2500. പക്ഷേ അതേസമയം അരവിന്ദ് കെജ്രിവാൾ അത് നടപ്പാക്കി കാണിച്ചു കൊടുത്തു. അവിടെ നിങ്ങൾക്ക് നല്ല സ്കൂളുകൾ കിട്ടി, നല്ല ജിംഖാനകൾ കിട്ടി, നല്ല ഹോഴ്സ് റൈഡിങ്ങിനുള്ള പാത്തുകൾ കിട്ടി, നല്ല സ്വിമ്മിംഗ് പൂളുകൾ കിട്ടി, നല്ല ആശുപത്രി കിട്ടി, മൊഹല്ല ക്ലിനിക്ക് കിട്ടി. ഇതൊന്നും ഡൽഹിക്ക് പരിചയമേ ആയിരുന്നില്ല. BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും. അരവിന്ദ് കെജ്രിവാളിന്റെ ഈ നേട്ടങ്ങൾ തദ്ദേശീയമായി വോട്ടായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 2 തവണ 3 തവണ അരവിന്ദ് കെജ്രിവാളിനെ വിജയിപ്പിച്ച ഡൽഹി വീണ്ടും ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. അരവിന്ദ് കെജ്രിവാളിനെ BJP 31, ആപ്പ് 23 BJP 30. നോക്കൂ, ഇപ്പോഴും 70 മണ്ഡലങ്ങളിലെ പൂർണ്ണമായിട്ടുള്ള ഫലസൂചന എത്തിയിട്ടില്ല. ആലോചിക്കേണ്ടത് 67ഉം 62ഉം ആയിരുന്നതും 8 കയ്യിലുണ്ടായിരുന്നതും തമ്മിലാണ് പോരാട്ടം. 56 ഇടങ്ങളിലെ ഫലസൂചന എത്തിയിട്ടുള്ളൂ. 70 ഇടങ്ങളിൽ. അതായത് ഇനി ഏകദേശം ഈ മലയാളികൾ ധാരാളമായി താമസിക്കുന്ന ഈസ്റ്റ് ഡൽഹിയിൽ BJPക്ക് വലിയ മുന്നേറ്റമാണ്. ആകെയുള്ള 10 സീറ്റിൽ 8 ആകെപ്പാടെ 10 സീറ്റുള്ള ഈസ്റ്റ് ഡൽഹിയിൽ 8 സീറ്റും BJPക്കാണ്. ലീഡ് ചെയ്യുന്നത് BJP ആണ്. സ്മൃതി, ആപ്പ് അതുകൊണ്ടാണ് രാവിലെ തന്നെ പറഞ്ഞത്, നിങ്ങൾ ആദ്യഘട്ടത്തിലെ ഫലസൂചനകൾ ട്രെൻഡായി കണക്കാക്കുകയരുത്. ഈ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ 6-3-1 കേട്ടോ. നോർത്ത് ഈസ്റ്റ് ഡൽഹി എടുക്കുമ്പോഴത്തേക്കും 6-3-9 1 6 സീറ്റില് ആം ആദ്മി പാർട്ടി ചെറിയ വ്യത്യാസം വരുന്നു. വീണ്ടും ആപ്പ് ലീഡ് ചെയ്യുന്നു. BJP കുറയുന്നു. ആപ്പ് 25 BJP 30 കോൺഗ്രസ് 2. ആപ്പ് 25 BJP 30 കോൺഗ്രസ് 2. വീണ്ടും ആപ്പ് കേന്ദ്രങ്ങളിൽ പുഞ്ചിരി തമ്മിൽ 5 സീറ്റ് വ്യത്യാസം മാത്രം. അതെ, BJP കേന്ദ്രങ്ങളിൽ മ്ലാനത, ആപ്പിന്റെ കേന്ദ്രങ്ങളിൽ പുഞ്ചിരി, BJP കേന്ദ്രങ്ങളിൽ മ്ലാനത. BJP ഭയങ്കര ഫൈറ്റ് ആണ് അവിടെ നടത്തിയെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവും വേണ്ട. കാരണം വെച്ചാൽ ആ തുടക്കം മുതൽ തന്നെ BJP അതിന്റെ ലീഡ് നിലനിർത്തുന്നുണ്ട്. BJPക്ക് തന്നെയാണ് ഈ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ സാധ്യതയും നിലനിൽക്കുന്നത്. ആം ആദ്മി പാർട്ടി ട്രെയിനിങ് തന്നെയാണ്. മുസ്ലിം വോട്ടുകൾ ഡിസിസീവ് ആകുമെന്ന്. മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിൽ BJP ആണ് മുന്നിൽ. ഖാനെ പിന്നിലാക്കി മനീഷ് ചൗധരി മുന്നിൽ. 25%-30% പിന്നെ മുസ്ലിം വോട്ടുള്ള വോട്ട് ഷെയർ ഉള്ള മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലങ്ങൾ അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പോസ്റ്റൽ ബാലറ്റ് ആയതുകൊണ്ട്. പക്ഷേ നോക്കൂ, അവിടുത്തെ പ്രശ്നം എന്താ? കോൺഗ്രസ് എത്ര ശതമാനം പിടിക്കുന്നു അതനുസരിച്ച് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് കുറയും. BJPയുടെ 57 സീറ്റുകളിലെ ലീഡ് വരുമ്പോൾ 30-25-2 മാത്രം